ദ ഗോട്ട് ഓഫ് ലൈഫ് അഥവാ ആടുജീവിതം ആദ്യ ദിവസം ബോക്സ് ഓഫീസിൽ തീർത്ത റെക്കോർഡുകളെക്കുറിച്ചും ഇനി എങ്ങോട്ടാണ് ഈ ഒരു ചിത്രം ചേക്കേറാൻ പോകുന്നതും എന്നതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അതിലേക്ക് വരാം. അതിന് മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യ ദിവസത്തെ 24 അവേഴ്സിൽ മാത്രം 293 കേക്ക് മുകളിൽ ടിക്കറ്റ്സുകളാണ് ബുക്ക് മൈ ഷോ ആപ്പിലൂടെ മാത്രം സോൾഡ് ഔട്ട് ആയിരിക്കുന്നത്. ഇത് റെക്കോർഡാണ്, ചരിത്രമാണ്. ഇതുവരെയും ഒരു മലയാള ചിത്രത്തിനും ഇത്തരത്തിലുള്ള ആദ്യ ദിന ബോക്സ് ഓഫീസ് വേട്ട നടത്താൻ ബുക്ക് മൈ ഷോ ആപ്പിലൂടെ സാധിച്ചിട്ടില്ല. ഇത് ആടുജീവിതം തീർത്ത പൊൻതൂവലായി മാറുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ഒരു മലയാള ചിത്രമാവാനും ഇതിനോടകം തന്നെ ആടുജീവിതം എന്ന ചിത്രത്തിന് സാധിച്ചു. ആദ്യ ദിവസം കേരളത്തിൽ നിന്നും അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ നിന്നും ഈ ഒരു ചിത്രം എത്ര നേടി എന്നുള്ളതിൻ്റെ ഒഫീഷ്യൽ കണക്കും കാര്യങ്ങളെല്ലാം കുറച്ച് സമയം കൊണ്ട് അപ്ഡേറ്റ് വരും. അത് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാം. ഇപ്പോൾ ആദ്യ ദിനം ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ഒരു മലയാള ചിത്രമാവാൻ ആടുജീവിതം എന്ന ചിത്രത്തിന് സാധിച്ചു. ബുക്ക് മൈ ഷോ ആപ്പിലൂടെ ആടുജീവിതം തീർത്ത ആദ്യ ദിവസത്തെ ടിക്കറ്റ്സ് കൗണ്ടുകളുടെ കണക്കുകൾ എടുത്ത് നോക്കുന്ന സമയത്ത് ആദ്യ ദിവസത്തേത് മാത്രമല്ല, ഏത് ദിവസത്തെ കണക്കുകൾ എടുത്തു നോക്കിയാലും ആടുജീവിതം തീർത്ത റെക്കോർഡ് തന്നെയാണ് 293K ടിക്കറ്റ്സുകൾ. അത് തന്നെയാണ് ബുക്ക് മൈ ഷോ ആപ്പിൽ ഒരു മലയാള ചിത്രത്തിൻ്റെ ഏറ്റവും കൂടുതൽ ടിക്കറ്റ്സുകൾ സോൾഡ് ഔട്ട് ആയി പോയിരിക്കുന്ന ഡേ അഥവാ ആടുജീവിതം തീർത്ത റെക്കോർഡുകൾ മറികടക്കാൻ ഇനി ആടുജീവിതം എന്ന ചിത്രത്തിൻ്റെ രണ്ടാം ദിവസങ്ങൾക്കും മൂന്നാം ദിവസങ്ങൾക്കും അതിൻ്റെ മുകളിൽ പോകുന്ന ഒരു ടിക്കറ്റ് സെയിൽ നടക്കുമോ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. അതിന് ചാൻസ് ഉണ്ട്. കാരണം വീക്കെൻഡാണ്, ശനി ഞായർ ദിവസങ്ങൾ വരാനിരിക്കുന്നു. വലിയ രീതിയിലുള്ള ബോക്സ് ഓഫീസ് വേട്ടയ്ക്ക് തന്നെയാണ് ആടുജീവിതം ബോക്സ് ഓഫീസിൽ കളം ഒരുങ്ങുന്നത്. ഒരു മലയാള ചിത്രത്തിൻ്റെ ഫാസ്റ്റസ്റ്റ് 50 കോടി 100 കോടി എന്നീ ക്ലബ്ബുകളിൽ ചേക്കേറാൻ ഈ ഒരു ചിത്രത്തിന് സാധിക്കുമോ എന്നുള്ളതും ആരാധകർ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചിത്രത്തിൻ്റെ റിലീസും കാര്യങ്ങളെല്ലാം GCCയിൽ ഇല്ലായിരുന്നു. GCCയിലും കൂടെ ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തായാലും ആദ്യ ദിവസം വേൾഡ് വൈഡിൽ നിന്ന് 20 CR തൂക്കുന്ന ചിത്രമാവാൻ ആടുജീവിതത്തിന് സാധിക്കുമായിരുന്നു.